ഇന്നത്തെ ദിവസം തീരെ ശരിയില്ല. ചായ കുടിക്കാൻ പുറത്തിറങ്ങിയതും കാക്ക കൈമത്തൂറി. വൃത്തികെട്ട കാക്ക. വേറെ ഒരു സ്ഥലവും കണ്ടില്ലാന്ന് തോന്നുന്നു. വണ്ടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഒരുത്തൻ കാക്കേനെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണോന്ന് അറിയില്ല. എന്നോട് പറയാ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, എനിക്ക് കക്കൂസ് പോകണം. ഇന്ന് മൊത്തം ഇമ്മാരി കേസാന്നല്ലോ. അങ്ങനെ കണ്ണൂരെത്തി വണ്ടി പാർക്ക് ചെയ്ത് നടക്കുമ്പോൾ ഞാൻ ഓർത്തത്, വർഷങ്ങൾക്ക് മുന്നേ ഇതേ ബിൽഡിങ്ങിൽ ഇവന് കക്കൂസ് പോകണമെന്നും പറഞ്ഞ് നമ്മൾ വന്നിരുന്നല്ലോ. ഇവനെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് വലിയൊരു കഥയാണ്, കുറച്ച് കോമഡിയാണ്. പിന്നെ എപ്പോഴും പറയാം. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഡെക്കാത്തലോണിൽ കയറിയും ഈ ഒരു സാധനം കണ്ടിട്ട് ആദ്യം ഞാൻ വിചാരിച്ച ഷട്ടിൽ ബാറ്റാണ്. പക്ഷെ സംഭവം അതിൻ്റെ ഒരു അളിയനായിട്ട് വരും. അവിടെ ഇതിൻ്റെ ഡെമോ ഉണ്ടായിരുന്നു. ഇതാ ഇങ്ങനെ ഒരു ബോളൊക്കെ കെട്ടി തൂക്കിയിട്ടുള്ള സാധനം. അത്ര എനിക്ക് പറയാനറിയും. ഇത് ഇങ്ങനെയൊന്നല്ല, രണ്ടാൾ കളിക്കേണ്ടതാണ്. അവൻ പിന്നെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നത്. ഈ കളി ഇങ്ങനെയൊന്നല്ല കേട്ടോ. അതെ, ഈ കളി ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇതിങ്ങനെയും കളിക്കാം. ഇത് പിന്നെ നമുക്കാരും പറഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കളിക്കാൻ അറിയാലോ. നല്ല രസമുണ്ട് ഇതൊക്കെ കളിക്കാൻ. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇതൊന്ന് വാങ്ങണം. ഈ ഒരു സാധനം നമ്മൾ കയറിയ പാട് ഒരു കുട്ടി നമ്മളെ മുന്നിൽ കൂടി ഇതിങ്ങനെ ഓടിച്ചു പോകുന്നുണ്ടായിരുന്നു. ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ മുകളിൽ കയറുന്നത്. സംഭവം നല്ല രസമുണ്ട്. മൂക്ക് കുത്തി വീഴുമെന്നൊക്കെ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് ഞാൻ പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടമായതുകൊണ്ട് കുറേ നേരം ഞാനത് ഓടിച്ച് കളിച്ച്. ഇതിട്ടോ ഒരെണ്ണം ഉറപ്പായിട്ട് ഞാൻ വാങ്ങും. ഇത് വളച്ചെടുക്കാൻ ഞാൻ ആവുന്ന പണിയും നോക്കി. പക്ഷെ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇത് വളയ്ക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയോണ്ട് ഞാൻ ഇറങ്ങി നിന്ന് വളച്ചു. അധിക സാഹസികം കാണിക്കേണ്ടെന്ന് എൻ്റെ മനസ്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തോ ഇത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാനും തോന്നില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴാണ് വേറൊരു സാധനം എൻ്റെ കണ്ണുപെട്ടത്. അങ്ങനെ ഞാൻ നടന്ന് അതിൻ്റെ അടുത്ത് പോയി. ഇത് കണ്ടിട്ട് ഇതിന്റെ ചെറിയ സാധനമാണ്, പക്ഷെ ഇത് കുട്ടികളതാണോ എന്ന് എനിക്കറിയില്ല. ഇനി സാഹസിക അതിന്റെ മുകളിലാക്കാം. അതിനു മുന്നേ ഇതിനൊരു സൈഡിലേക്ക് ഒതുക്കട്ടെ. കയറി നോക്കിയിട്ട് ഇത് കുട്ടികൾക്കുള്ളതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അധികം കയറി നോക്കി. അത് അവിടെ തന്നെ വെച്ച് തിരിച്ചിങ്ങനെ നടക്കുമ്പോൾ ഞാൻ വേറെ ഒരു സാധനം കണ്ടു. നമ്മളെ മീൻ പിടിക്കുന്ന ഞണ്ട് പിടിക്കുന്ന സാധനം എൻ്റെ ചെറുത്. അതെ, നമ്മൾ ഞണ്ട് പിടിക്കാൻ എടുക്കുന്ന അതേ സാധനം. പക്ഷെ അതിന്റെ ചെറുത് 269 രൂപ അത്രയെങ്ങാനേ ഉള്ളൂ ഇതിന്. പിന്നെ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഇതാ മീൻ പിടിക്കുന്ന റോഡും ഉണ്ടായി. ഫിഷിങ്ങിന്റെ എന്തൊക്കെയോ അൽക്കുലത്തെ സാധനം വേറെയും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇതാ ഈ ഒരു സാധനത്തിലും കൂടി കയറി. പക്ഷെ ഇത് ശരിക്കും മൂക്കും കുത്തി വീഴും അറിയുന്നതുകൊണ്ട് ഞാൻ അത് അതുപോലെ തന്നെ അവിടെ വെച്ച്. മൂക്കും കുത്തി വീഴും. അതെ, മൂക്കും കുത്തി വീഴുന്നു മനസ്സിലാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നാട്ടിൽ തിരിച്ചെത്തി നമ്മളൊരു ചായയൊക്കെ കുടിക്കാൻ പോയി. അത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കുറേ നേരം പുഴക്കരയിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഒരു 2 മണിയായപ്പോൾ നമ്മൾ വീണ്ടും ചായ കുടിക്കാൻ പോയി. എന്നിട്ട് പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു.